ഊണ് അത് ഉച്ചയ്ക്ക് തന്നെ ഒന്നും നോക്കണ്ട. ഇലയൊക്കെ വെട്ടിയിട്ട് ചോറൊക്കെ വിളമ്പി അതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് കപ്പയും ബീഫും വെച്ചത് ഒരു രക്ഷയില്ലാത്ത ഒരു കോമ്പിനേഷനാണ്. കഴിക്കാന്ന് പറഞ്ഞ പോലെ ഒരു 3 പ്ലേറ്റ് ചോറിരുന്ന് ഉണ്ണാം. അതിങ്ങനെ സൈഡിൽ നിന്ന് അരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കിന്നാരൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരു ഓളവും താളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അമ്മാതിരി സൈഡിൽ അങ്ങോട്ട് കഴിച്ചേക്കണം. ഇത് അപ്പുറം ഇരുന്ന് കാക്കയെ കിടന്ന് ഒച്ചെടുക്കുന്നുണ്ട്. തരാം, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫുഡ് കഴിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഫുഡ് കഴിക്കില്ല. കണ്ടിരിക്കാൻ്റെ ഒരു പിടി വാരിയാണ് കഴിക്കാന്ന് പറഞ്ഞാൽ ഉള്ളും മനസ്സും അങ്ങോട്ട് നിറയും. ബീഫും കപ്പയും ഒരു രക്ഷകളവേ. ഇത് ചോറ് കഴിയാറായിട്ട് അടുത്തതിന് ഓർഡറായിട്ടുണ്ട്. ഇതിപ്പോൾ കഴിയും. ഇതുകൊണ്ട് അവിടെ കഴിഞ്ഞിട്ട് വേണം അടുത്തത് കൊണ്ടുവന്ന് പിടയ്ക്കാൻ. അടുത്ത ചോറ് പറ്റേ അതേ ചക്ക സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ. ചോറും മുകളിലും കപ്പയും ബീഫും. ഒരു പറ ചോറുണ്ടാന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. അതാണ് 2 പേരും കൂടി ഇരുന്നിട്ടാണ് പിടിച്ചാൽ എന്തോരം നേരം വേണം. കലക്കല്ലേ ഇത്താണ് കണ്ടില്ലേ. ബീഫും കപ്പ അമ്മാതിരി സെറ്റായിട്ട് വെച്ചാണ്. കപ്പ ബീഫുമ്മേം തൊടില്ല, ബീഫ് കപ്പയുമ്മേം തൊടില്ല. അന്ന് കൈക്കിട്ട് പിടിച്ചാലോ അമ്മാതിരി ഒതുങ്ങുന്ന ഒരു സാധനം വേറെ ഇല്ല. താനും കുറച്ച് ഗ്രേവി കൂടെ എൻ്റെ മേളിലിട്ടിട്ട് ഒരു പൂശാം. അത് കടലക്കറി കേട്ടാ. കാരണം ഇതിനകത്ത് ഗ്രേവി ഉണ്ടാവില്ല. ഇത് മിക്സായിട്ട് ഇരിക്കുന്ന സാധനമല്ലേ. അതിനുണ്ട് കൊള്ളാമോ? ചേട്ടൻ്റെ എന്തെങ്കിലും കൂടിക്കഴിഞ്ഞാൽ ഒരു പറ ചോറുണ്ടാൽ ഞങ്ങൾക്ക് അധികം നേരമൊന്നും വേണ്ട. ചുമ്മാ സൈഡിൽ നിന്ന് അരിഞ്ഞ് ഇങ്ങനെ വാരി ഇടുമല്ലേ. എന്നാലും വയറൊന്നും അറിയില്ലെന്ന്. അതാണ് രുചി.